ഹായ് ഹലോ ഡിയേഴ്സ് എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ സോഷ്യൽ സയൻസിലെ 9th ചാപ്റ്ററാണ് ആൻ ഇൻട്രോഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് കേട്ടോ ഈ ചാപ്റ്ററിൻ്റെ പേര്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതിൻ്റെ മലയാളം മീഡിയംകാരുടെ ക്ലാസ്, അതായത് ഭരണഘടനയ്ക്ക് ഒരു മുഖവുര എന്നുള്ള ചാപ്റ്റർ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട്, മലയാളം മീഡിയത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പാഠം തുടങ്ങുന്ന സമയത്ത് നോക്കൂ, നമുക്കിവിടെ 4 ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ചിത്രം ഒരാൾ ബൈക്ക് ഓടിക്കുകയാണ്, ഹെൽമെറ്റ് ഒന്നും വെച്ചിട്ടില്ല അല്ലേ. രണ്ടാമത്തെ ചിത്രത്തിൽ ബൈക്ക് ഓടിക്കുന്ന ആൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ചിത്രത്തിൽ ഏതോ ഒരു സ്ഥാപനത്തിലാണ്, ആശുപത്രിയോ ബാങ്കോ അങ്ങനെ എന്തോ ആണ്. അവിടെ എന്താണ്, ആളുകൾ വരി നിൽക്കുന്നുണ്ട്. നാലാമത്തെ ചിത്രത്തിൽ ആളുകൾ വരി നിൽക്കുന്നില്ല, പകരം കൂട്ടം കൂടി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൺ അബവ്. ഡ്രോ an emoji on the pictures that show desired behavior in the society. നമ്മുടെ സമൂഹത്തിന് ചേരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്, അതിന് നേരെ ഈ സ്മൈലി ഇമോജി വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഹെൽമെറ്റ് ധരിക്കുക, അതുപോലെ ക്യൂ പാലിക്കുക, അത് രണ്ടുമാണ് നല്ല ബിഹേവിങ്സ് എന്ന് പറയുന്നത്. ഇൻ വിച്ച് പിക്ചേഴ്സ് ഡിഡ് യു ഡ്രോ ദ ഇമോജി വൈ? ഏതൊക്കെ പിക്ചറിൽ നിങ്ങൾ ഇമോജി വരച്ചു, കാരണം എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വരച്ചത്? ഇമോജീസ് ഹാവ് ബീൻ ഡ്രോൺ ഫോർ ദ സെക്കൻഡ് ആൻഡ് തേർഡ് പിക്ചർ. സെക്കൻഡ് പിക്ചറിനും തേർഡ് പിക്ചറിനുമാണ് നമ്മൾ ഇമോജി വരച്ചത്. ബിക്കോസ് വെയറിംഗ് എ ഹെൽമെറ്റ് കീപ്സ് എ സേഫ് വൈൽ ബൈക്ക് റൈഡിങ്. ഇറ്റ് പ്രൊട്ടക്ട്സ് അവർ ഹെഡ്സ് ഇൻ കേസ് ഓഫ് ആക്സിഡൻസ്. ഹെൽമെറ്റ് ധരിക്കുന്നത് നമ്മളെ ബൈക്ക് റൈഡ് ചെയ്യുന്ന സമയത്ത് സേഫ് ആക്കി വെക്കുന്നു. അതുപോലെ എന്തെങ്കിലും ആക്സിഡൻസ് സംഭവിച്ചാൽ നമ്മളുടെ തലയെ പ്രൊട്ടക്ട് ചെയ്യുന്നു, സംരക്ഷിക്കുകയും ചെയ്യുന്നു. സ്റ്റാൻഡിങ് ഇൻ എ ക്യൂ ഷോസ് റെസ്പെക്ട് ആൻഡ് പേഷ്യൻസ്. ഇറ്റ് ഹെൽപ്സ് എവ്രി വൺ ഗെറ്റ് ദെയർ ടേൺ ഫെയർലി. ഇപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ക്യൂ നിൽക്കുന്നത് കൊണ്ട് അതിലെ ആളുകളോടുള്ള ബഹുമാനവും അതുപോലെ ക്ഷമയുമാണ് സൂചിപ്പിക്കുന്നത്. ഓരോരുത്തർക്കും കൃത്യമായിട്ടുള്ള ഊഴം ലഭ്യമാവാൻ ഇത് സഹായിക്കുന്നു. ടു എനേബിൾ പീപ്പിൾ ടു ലിവ് ഫ്രീലി, പീസ്ഫുള്ളി ആൻഡ് പ്രോഗ്രസീവ്ലി ഇൻ എ സൊസൈറ്റി, ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഫോളോ ലോസ് ആൻഡ് റൂൾ. അപ്പോൾ ഒരു സമൂഹത്തിൽ നമുക്ക് സമാധാനത്തോടു കൂടിയിട്ടും അതുപോലെ പ്രോഗ്രസീവിലും ജീവിക്കണമെന്നുണ്ടെങ്കിലും അവിടെയുള്ള നിയമങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. To enable people to live freely, peacefully and progressively in a society, it is essential to follow laws and rules. You may have already learned in your earlier classes that we follow certain rules in schools and public places. ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിലും പബ്ലിക് പ്ലേസിലൊക്കെ പാലിക്കേണ്ട നിയമങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ മുൻപുള്ള പാഠങ്ങളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, മുൻപുള്ള ക്ലാസ്സുകളിൽ. Ours is a country with a vast geographical area, large population, where people from different sections live together. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരുപാട് വിശാലമായ ഒരു ഭൂപ്രദേശമുള്ള രാജ്യമാണ്. അതുപോലെ ഒരുപാട് പോപ്പുലേഷൻ ഉണ്ട്, ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്, ജനസംഖ്യയുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള രീതിക്ക് പല സെക്ഷനിലും ഒരുമിച്ച് ജീവിക്കാനുള്ള ഫ്രീഡം ഉണ്ടല്ലേ. ദ അഡ്വാൻസ്മെന്റ് ഓഫ് സച്ച് എ ഡൈവേഴ്സ് കൺട്രി ഈസ് മെയ്ഡ് പോസിബിളി ബൈ ഫോളോയിങ് സർട്ടൻ ലോസ്, റൂൾസ് ആൻഡ് സിസ്റ്റംസ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ നാട് ഡൈവേഴ്സിറ്റിയുടെ ഒരു നാടാണ്, ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞ നാടാണ്. അപ്പോൾ ഈ വൈവിധ്യങ്ങൾക്കിടയിൽ എല്ലാവരും ഒരുപോലെ തുല്യരാവണമെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് നിയമങ്ങളും ലോസും റൂൾസും സിസ്റ്റംസും ഒക്കെ വേണം. സിമിലർലി മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് ഓൾസോ ഹാവ് എ യൂണിഫൈഡ് document based on fundamental principles that supports their existence and governance. This is called the constitution. ഇത്തരത്തിൽ ഓരോ രാജ്യങ്ങളിലും അവിടെ സ്വതന്ത്രമായി ജീവിക്കാനും അതുപോലെ അവരുടെ നിലനിൽപ്പിനും ഭരണത്തിനും ഒക്കെ സഹായിക്കുന്ന ഒരുപാട് തത്വങ്ങൾ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ റൂൾസ് അടങ്ങിയിട്ടുള്ള ഒരു ഏകീകൃത രേഖയുണ്ട്. ഈ രേഖയാണ് അല്ലെങ്കിൽ ഈ ഡോക്യുമെന്റിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അവിടെ തന്നിട്ടുണ്ട് നോക്കൂ. എ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ആൻ ഔതന്റിക് ഡോക്യുമെന്റ് ദാറ്റ് കണ്ടെയ്ൻസ് ഫണ്ടമെന്റൽ ലോസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് നീഡഡ് ഫോർ ദ ഓർഗനൈസേഷൻ ആൻഡ് ഫങ്ഷനിങ് ഓഫ് ഗവൺമെന്റ് ഇൻ എ കൺട്രി. ഒരു രാജ്യത്തിലെ ഗവൺമെന്റിന്റെ ഫങ്ഷനിങ്ങിനും അതായത് പ്രവർത്തനങ്ങൾക്കും സംഘടനത്തിനും ഓർഗനൈസേഷനും ഒക്കെ സഹായിക്കുന്ന ഒരുപാട് ഫണ്ടമെന്റൽ ലോസും പ്രിൻസിപ്പിൾസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഡോക്യുമെന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. Look at the interview conducted by the children of Palavila UP School with a senior lawyer about the constitution under the auspices of the Social Science Club. പാലവിള UP സ്കൂളിലെ കുട്ടികൾ അവിടെയുള്ളൊരു മുതിർന്ന ലോയറുമായിട്ട് വക്കീലുമായിട്ട് നടത്തിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. നോക്കൂ, ഓരോ കുട്ടികളും ഓരോ ഡൗട്ട് ചോദിക്കുകയാണ് അല്ലേ. ഫ്രം വേർ
ഡു അവർ റൂളേഴ്സ് ഗെറ്റ് ഓൾ ദീസ് പവർ? നമ്മളുടെ ഭരണാധികാരികൾക്കൊക്കെ എവിടെ നിന്നാണ് അവരുടെ ഈ അധികാരങ്ങൾ അല്ലെങ്കിൽ പവർ കിട്ടിയിട്ടുള്ളത്? വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ദ സിറ്റിസൺസ് ആൻഡ് വേർ ആർ ദേ റെക്കോർഡ്? പൗരന്മാരുടെ, നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന സിറ്റിസൺസിന്റെ, പൗരന്മാരുടെ ഡ്യൂട്ടികൾ എന്തൊക്കെയാണ്, അത് എവിടെയാണ് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്? വേർ ഇസ് ഇറ്റ് റിട്ടൺ അബൌട്ട് സിസ്റ്റം ഓഫ് സ്റ്റേറ്റ് ഗവേണൻസ്? ഒരു സ്റ്റേറ്റിന്റെ ഗവേണൻസിനെ കുറിച്ച്, അതായത് ഭരണ സംവിധാനങ്ങളെയൊക്കെ കുറിച്ച് എവിടെയാണ് എഴുതി വെച്ചിട്ടുള്ളത്? വേർ ഇസ് ഇറ്റ് മെൻഷൻഡ് അബൌട്ട് ദ റൈറ്റ്സ് ഓഫ് പീപ്പിൾ? ആളുകളുടെ, ജനങ്ങളുടെ അവകാശങ്ങൾ എവിടെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്? ദ ആൻസർ ഫോർ ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ എല്ലാ ചോദ്യങ്ങൾക്കും ഒരൊറ്റ ഉത്തരവുള്ള എന്താണ്? ഇതെല്ലാം എഴുതി വെക്കപ്പെട്ടിട്ടുള്ളത്, റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. വാട്ട് ഐഡിയാസ് റിലേറ്റഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഇന്റർവ്യൂ? ഇവിടെ ഈ ഇന്റർവ്യൂവിൽ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്? ഒരിടം അവിടെ തന്നിട്ടുണ്ട്, നോക്കൂ. ദ സിസ്റ്റം ഓഫ് ഗവേണൻസ് ഓഫ് ദ സ്റ്റേറ്റ്, ഒരു രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ ഭരണ സംവിധാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺസ്, പൗരന്മാരുടെ കടമകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എക്സസൈസ് ഓഫ് പവർ, അധികാരങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രെഡിസസേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ മുൻഗാമികളെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. മുൻഗാമികൾ എന്ന് വെച്ചാൽ എന്താ അറിയാലോ, നമുക്ക് മുന്നേ ഉണ്ടായിരുന്നവര്. കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്നത്തെ രീതിക്ക് വന്നത് എങ്ങനെയെന്നാണ് നോക്കുന്നത് കേട്ടോ. ലെറ്റ് us examine the history that led to the formation of the idea of the constitution. കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളൊരു ഐഡിയയിലേക്ക്, ഒരു ആശയത്തിലേക്ക് എത്തിച്ചേർന്നതിന്റെ ഹിസ്റ്ററിയാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ, കോഡ് ഓഫ് ഹമ്മുറാബി. The Code of Hammurabi is one of the oldest legal codes in the world. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതയാണ്, കോഡാണെന്ത്, കോഡ്സ് ഓഫ് ഹമ്മുറാബി എന്നുള്ളത്. Hammurabi was the ruler of ancient Babylon. This legal code dictates that no one has the authority to violate the fundamental laws of a kingdom. ഹമ്മുറാബി എന്താണ് പറയുക, പുരാതന ബാബിലോൺ ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു. അക്കോർഡിംഗ് ടു ഹിസ് കോഡ്, അവിടെയുള്ള ആർക്കും തന്നെ നിയമങ്ങളെയോ അല്ലെങ്കിൽ അതുപോലെ നിയമ അധികാരങ്ങളെയോ എന്താ പറയുക, വയലേറ്റ് ചെയ്യാനുള്ള, അതിനെ ധിക്കരിക്കാനുള്ള അധികാരമില്ല എന്ന് പറയുന്നു. മാഗ്ന കാർട്ട. ദ പീപ്പിൾ ഓഫ് ഇംഗ്ലണ്ട് were fed up with the autocracy of the monarchs. In 1215 CE, King John was seized and forced to sign the Magna Carta, a charter against this autocracy. എന്താ പറയുന്ന മക്കളെ, ഇംഗ്ലണ്ടിലെ ജനങ്ങൾ അവിടെയുള്ള രാജാക്കന്മാരുടെ ഏകാധിപത്യം കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയായിരുന്നു. അങ്ങനെ 1215 അവിടെ റൂൾ ചെയ്തിരുന്ന ആള് ജോൺ എന്ന് പറയുന്ന രാജാവായിരുന്നു, കിങ് ജോൺ ആയിരുന്നു. അദ്ദേഹത്തെ തടഞ്ഞു വെച്ച് ഒപ്പിടിച്ച പ്രമാണമാണെന്ത്, മാഗ്ന കാർട്ട, a charter against the autocracy. The charter made it clear that the king and the government were not above the law. ഒരു രാജാവും അതുപോലെ അദ്ദേഹത്തിന്റെ അധികാരങ്ങളും ഒന്നും തന്നെ ഈ നിയമത്തിന് മുകളിൽ വരില്ല എന്നാണ് ഈ മാഗ്ന കാർട്ടയിൽ പറയുന്നത്. അതായത് എല്ലാ നിയമങ്ങളും എന്താണ്, എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് എന്നർത്ഥം. ദ മാഗ്ന കാർട്ട ഈസ് കൺസിഡേർഡ് എ മൈൽ സ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലായിട്ട് മാഗ്ന കാർട്ട മാറിയിട്ടുണ്ട്. നെക്സ്റ്റ്, ഗ്ലോറിയസ് റെവല്യൂഷൻ, അതായത് മഹത്തായ വിപ്ലവം. ഇൻ ദ 17th century, several conflicts occurred in England between the parliament and the monarchs who acted against the interest of the parliament. 17th century, അതായത് 17ാം നൂറ്റാണ്ടില് ഇംഗ്ലണ്ടിലെ പാർലമെന്റിന്റെ ഭരണമായിരുന്നു. അങ്ങനെ ആ സമയത്ത് പാർലമെന്റിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ച രാജാക്കന്മാരും പാർലമെന്റും തമ്മിൽ നിരവധി സംഘർഷങ്ങൾ ഉണ്ടായി. അതായത് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് എതിരഭിപ്രായങ്ങൾ ഉണ്ടായി. അമംഗ് ദിസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ വാസ് ദ ഗ്ലോറിയസ് റെവല്യൂഷൻ ഓഫ് 1688 CE. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് CE 1688 നടന്ന ഗ്ലോറിയസ് റെവല്യൂഷൻ. The autocracy of the king ended up and the authority of the parliament increased through this revolution. രാജാവിന്റെ സ്വേച്ഛാധിപത്യം ഇതിലൂടെ അവസാനിക്കുകയും പാർലമെന്റിന്റെ അധികാരം വർദ്ധിക്കുവാനും എന്താണ് ഈ ഗ്ലോറിയസ് റെവല്യൂഷന് ശേഷം അല്ലെങ്കിൽ ഗ്ലോറിയസ് റെവല്യൂഷനിലൂടെ ഉണ്ടായി. The power of monarchs came under the control of the parliament. This led to the formation of constitution that grants power to the parliament in England. പാർലമെന്റിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടായിരുന്നു പിന്നീട് രാജാക്കന്മാരുടെ അധികാരം വന്നത്. ഈ ഗ്ലോറിയസ് റെവല്യൂഷൻ വഴിയാണ് ഇംഗ്ലണ്ടിലൊരു പാർലമെന്റിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വന്നത്, അതായത് ഭരണഘടന വന്നത്. അടുത്തത് അമേരിക്കൻ ഡിക്ലറേഷൻ ആണ്.
American Declaration of Independence. 13 North American colonies under British rule fought against the wrong policies of Britain. ബ്രിട്ടന്റെ കീഴിലായിരുന്ന 13 നോർത്ത് അമേരിക്കൻ കോളനികൾ ബ്രിട്ടന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാടി. Following this, a declaration was made by the colonies in 1776 CE. ഇതേ തുടർന്ന് CE 1776 ഈ കോളനികളെല്ലാം നടത്തിയൊരു പ്രഖ്യാപനമാണ് എന്ത് അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് ദ American Declaration of Independence. This declaration was able to make the people aware of their power to remove the government. It also led to the framing of the American Constitution, the world's first written constitution. ഗവൺമെന്റിനെ നീക്കം ചെയ്യാൻ ജനങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ഈ പ്രഖ്യാപനത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയായ കോൺസ്റ്റിറ്റ്യൂഷനായ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ രൂപീകരണത്തിനും ഇത് കാരണമായി. അടുത്തത് ഫ്രഞ്ച് റവല്യൂഷൻ. It is in 1789 that the people of France revolted, raising the slogan Liberty, Equality, Fraternity. This revolution gave acceptance to the principle that supreme power rests with the people, not with the king. എന്താ മക്കളെ, ലിബർട്ടി എന്ന് വെച്ചാൽ എന്താ? ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, അതായത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഫ്രഞ്ചിലെ ആളുകൾ 1789 നടത്തിയ പോരാട്ടമാണ് അല്ലെങ്കിൽ റവല്യൂഷനാണ്, വിപ്ലവമാണ് എന്ത്? ഫ്രഞ്ച് റവല്യൂഷൻ. രാജാധികാരത്തിനെതിരെ, അതായത് കിങ്സിന്റെ പവറിനെതിരെ ജനങ്ങളുടെ പരമാധികാരം, അതായത് ജനങ്ങളുടെ സുപ്രീം പവർ എന്ന് പറയുന്നത് ആർക്കാണ്? ജനങ്ങൾക്കാണ് എന്നുള്ള ആശയം അംഗീകരിക്കപ്പെട്ടത് ഈ റവല്യൂഷനിലൂടെയാണ്. With this, a constitution was formed in France, making the powers of the king subordinate to the constitution. ഇതുവഴി ഫ്രാൻസിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെടുകയും രാജാവിന്റെ അധികാരങ്ങളെല്ലാം ഈ കോൺസ്റ്റിറ്റ്യൂഷന് അണ്ടറിലായിട്ട് അല്ലെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണെന്ന് വിധേയമാക്കപ്പെടുകയും ചെയ്തു. From the above historical events, it is clear that a unified code of law is essential for the welfare and progress of the people. The struggle of people against oppression and exploitation led to the formation of constitution. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ റവല്യൂഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് ഏതൊക്കെ നമ്മൾ പറഞ്ഞു മക്കളെ? കോഡ് ഓഫ് ഹമ്മുറാബി, മാഗ്ന കാർട്ട, ഗ്ലോറിയസ് റവല്യൂഷൻ, അമേരിക്കൻ റവല്യൂഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, പിന്നെ ഫ്രഞ്ച് റവല്യൂഷൻ, ഇതെല്ലാം ഉണ്ടല്ലോ. അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റവല്യൂഷൻ, ഇതെല്ലാം ഉണ്ടല്ലോ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടും ക്ഷേമത്തിന് വേണ്ടിയിട്ടും അതുപോലെ പുരോഗതിക്കും വേണ്ടിയിട്ട് ഒരു എന്താ പറയുക, കോർഡിനേറ്റ് ചെയ്ത അല്ലെങ്കിൽ യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു നിയമാവലി ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഒരുപാട് അടിച്ചമർത്തലിനും ചൂഷണത്തിനുമെതിരെ ജനങ്ങൾ നടത്തിയ വലിയ വലിയ ഇടപെടലുകളുടെയും പോരാട്ടങ്ങളുടെയും ശേഷമാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകൃതമായിട്ടുള്ളത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി നമുക്കതിന് താഴെ ഒരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദ വർക്ക്ഷീറ്റ്. ദ പവർ ഓഫ് കിങ് വേർ സബ്ജക്റ്റ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. രാജാവിന്റെ അധികാരങ്ങളെല്ലാം കോൺസ്റ്റിറ്റ്യൂഷന് വിധേയമായി. അത് ഫ്രഞ്ച് റവല്യൂഷനിലായിരുന്നു. ദ വേൾഡ്സ് ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ലീഗൽ കോഡ്സ് ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അല്ലെങ്കിൽ ഏറ്റവും പുരാതനമായിട്ടുള്ള കോഡ് ഏതാണ്? കോഡ് ഓഫ് ഹമ്മുറാബിയാണ്. The king's autocracy ended and the power of the parliament increased. രാജാവിന്റെ ഏകാധിപത്യം അവസാനിക്കുകയും പാർലമെന്റിന്റെ ഭരണം അല്ലെങ്കിൽ പാർലമെന്റിന്റെ പവർ അധികരിക്കുകയും ചെയ്തു. ദ ഗ്ലോറിയസ് റവല്യൂഷൻ ആണ് ഇൻ ഇംഗ്ലണ്ട്. മൈൽ സ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായി മാറിയത് മാഗ്ന കാർട്ടയാണ്. അടുത്തത് ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു വേരിയസ് ടൈപ്സ് ബേസ്ഡ് ഓൺ ദെയർ നേച്ചർ, ദ പ്രോസസ് ഓഫ് അമെൻമെന്റ് ആൻഡ് ദ മെത്തേഡ് ഓഫ് ഫോർമേഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻസ് അവയുടെ നേച്ചർ, അവയുടെ സ്വഭാവം, അതുപോലെ തന്നെ അവയിൽ തിരുത്തലുകൾ വരുത്തുന്ന രീതി, പിന്നെ അതുപോലെ മെത്തേഡ് ഓഫ് ഫോർമേഷൻ, ഉണ്ടായിട്ടുള്ള രീതി എന്നിങ്ങനെ ബേസ് ചെയ്തിട്ട് കുറച്ചായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഒന്ന് നേച്ചറിനെ ബേസ് ചെയ്തിട്ട്, അതായത് അതിൻ്റെ സ്വഭാവത്തെ ബേസ് ചെയ്തിട്ട് രണ്ടെണ്ണം ഉണ്ട്. റിട്ടൺ, അൺറിട്ടൺ. റിട്ടൺ എന്ന് വെച്ചാൽ എഴുതപ്പെട്ടത്, അൺറിട്ടൺ എന്ന് വെച്ചാൽ എഴുതപ്പെടാത്തത്. പിന്നെ പ്രോസസ് ഓഫ് അമെൻമെന്റ്, അതിൻ്റെ തിരുത്തുന്ന രീതി അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തുന്ന രീതിയെക്കുറിച്ച്. അതിൽ റിജിഡ്, ഫ്ലെക്സിബിൾ രണ്ടെണ്ണം ഉണ്ട്. പിന്നെ മെത്തേഡ് ഓഫ് ഫോർമേഷൻ, ഉണ്ടായിട്ടുള്ള രീതിയെക്കുറിച്ച് അതിൽ രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എനാക്റ്റഡ്, ഇവോൾവ്ഡ്. നമുക്കിനി ഇത് ഓരോന്നായിട്ട് നോക്കാം.
ഫസ്റ്റ് വൺ റിട്ടണിനെ ബേസ് ചെയ്തിട്ടാണ് നേച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ളത്. ആദ്യം റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് വൺ ഇൻ വിച്ച് ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ് ഓഫ് എ കൺട്രി ആർ റിട്ടൺ, കോഡിഫൈഡ് ആൻഡ് സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് ഇൻ ദ ഫോം ഓഫ് എ ബുക്ക്. ഒരു രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ അടിസ്ഥാനമായിട്ടുള്ള തത്വങ്ങളും നിയമങ്ങളും ഒക്കെ വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ എഴുതി തയ്യാറാക്കിയ പുസ്തക രൂപത്തിൽ ക്രോഡീകരിച്ചിരിക്കുന്നതാണ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഇന്ത്യ, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക തുടങ്ങിയിട്ടുള്ള സ്റ്റേറ്റ്സ്. രണ്ടാമത്തേത് അൺറിട്ടൺ ആണ്. An unwritten constitution is one in which the fundamental principles and laws of a country are not written, codified or systematically organized in the form of a book. ഒരു സ്റ്റേറ്റിന്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും ഒക്കെ വ്യക്തമായിട്ടുള്ള രീതിയിൽ എഴുതപ്പെട്ടിട്ടില്ല, അതുപോലെ പുസ്തക രൂപത്തിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുമില്ല. ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുക. അതിന് എക്സാമ്പിൾ ആണ് UK, യുണൈറ്റഡ് കിങ്ഡം, ന്യൂസിലാൻഡ് തുടങ്ങിയവ. ഇനി അടുത്തത് നമുക്ക് മോഡ് ഓഫ് അമെൻമെന്റിനെ കുറിച്ചാണ്. അതായത് മാറ്റങ്ങൾ വരുത്തുന്നതിന്റെ രീതിക്കനുസരിച്ച് രണ്ടാക്കി മാറ്റിയിട്ടുണ്ട്. റിജിഡ്, ഫ്ലെക്സിബിൾ. ആദ്യത്തേത് റിജിഡ്. A rigid constitution is one in which making changes means amendments requires strict procedures. മാറ്റം വരുത്തുന്നതിന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങൾ ആവശ്യമുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതിന് എക്സാമ്പിൾ ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയവ. അടുത്തത് ഫ്ലെക്സിബിൾ. എ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് വൺ ഇൻ വിച്ച് ചേഞ്ചസ് മീൻസ് അമെൻമെന്റ്സ് ക്യാൻ ബി മെയ്ഡ് ഈസിലി. എളുപ്പത്തിൽ മാറ്റം വരുത്താൻ സാധിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനാണ് ഫ്ലെക്സിബിൾ. എക്സാമ്പിൾ ആണ് UK, ന്യൂസിലാൻഡ് തുടങ്ങിയിട്ടുള്ളവ. ഇനി ഇനാക്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? An enacted constitution is one that the drafted and implemented after the formation of constituent assembly or council and is formally brought into effect. കോൺസ്റ്റിറ്റ്യൂഷന്റെ എല്ലാ നിയമസഭയുടെയോ അല്ലെങ്കിൽ കൗൺസിലിന്റെയോ രൂപീകരണ ശേഷം എഴുതി തയ്യാറാക്കി പ്രാബല്യത്തിൽ വരുത്തിയ കോൺസ്റ്റിറ്റ്യൂഷനാണെന്ത്? ഇനാക്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതിന് എക്സാമ്പിൾ ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ഇന്ത്യ തുടങ്ങിയിട്ടുള്ളവ. പിന്നെ ഇവോൾവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. An evolved constitution is one that has developed over time. It includes agreements, judicial decisions, laws and conventions in the form of traditions and customs. ക്രമേണയുള്ള മാറ്റങ്ങളുടെ ഫലമായി, അതായത് എവല്യൂഷന്റെ ഫലമായിട്ട് രൂപപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇവോൾവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അത് ഈ എവല്യൂഷന്റെ ഭാഗമായിട്ട് എന്തൊക്കെയായിരിക്കാം? ഒരു പക്ഷേ എഗ്രിമെന്റ്സ് ആയിരിക്കാം, കരാറുകളോ അല്ലെങ്കിൽ നിയമങ്ങളോ സമ്പ്രദായങ്ങളോ എന്നിവയിലുള്ള വ്യവസ്ഥകളും വഴക്കങ്ങളും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് യുണൈറ്റഡ് കിങ്ഡം, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ. ഇനി അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നോക്കൂ. ക്ലാസിഫൈ ദ കൺട്രീസ് മെൻഷൻഡ് ആസ് എക്സാമ്പിൾസ് അക്കോർഡിംഗ് ടു ദയർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻടു ദ ടേബിൾ ബിലോ. നമ്മൾ ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞു അല്ലേ? അതിലൊരു എക്സാമ്പിൾസും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനിലും വരുന്ന എക്സാമ്പിൾസ് ഏതൊക്കെ രാജ്യങ്ങളാണ് വരുന്നത് എന്ന് നിങ്ങൾ ഈ ടേബിളിൽ ഫിൽ ചെയ്ത് കൊടുക്കണം. ആദ്യത്തെ റിട്ടണ് വരുന്ന രാജ്യങ്ങൾ ഇന്ത്യ, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. അൺറിട്ടൺ യുണൈറ്റഡ് കിങ്ഡം, ന്യൂസിലാൻഡ്. റിജിഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ഓസ്ട്രേലിയ. ഫ്ലെക്സിബിൾ യുണൈറ്റഡ് കിങ്ഡം, ന്യൂസിലാൻഡ്. ഇനാക്റ്റഡ് ഇന്ത്യ, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. അവസാനം ഇവോൾവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, യുണൈറ്റഡ് കിങ്ഡം, കാനഡ. We have become familiar with different types of constitution. Now let us examine what qualities a constitution should have. നമ്മളിപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നോക്കി. ഇനി ഒരു കോൺസ്റ്റിറ്റ്യൂഷന് എന്തൊക്കെ അവശ്യ ഗുണങ്ങളുണ്ട്, എന്തൊക്കെ ക്വാളിറ്റീസ് വേണം എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ എസെൻഷ്യൽ ക്വാളിറ്റീസ്, ആവശ്യമായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വൺ, കോംപ്രഹെൻസീവ്നെസ്, അതായത് സമഗ്രമായിരിക്കണം. The powers of the government and the rights and duties of the citizen should be comprehensively stated. ഒരു ഗവൺമെന്റിന്റെ അധികാരങ്ങളും പൗരരുടെ റൈറ്റ്സും അവകാശങ്ങളും അതുപോലെ അവരുടെ ഡ്യൂട്ടീസും കടമകളും ഒക്കെ വളരെ സമഗ്രമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. സെക്കൻഡ് വൺ, ബ്രെവിറ്റി, അതായത് സംക്ഷിപ്തത. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി പ്രിസൈസ് വിത്ത് എസെൻഷ്യൽ പ്രൊവിഷൻസ്. വളരെ ആവശ്യമായിട്ടുള്ള വ്യവസ്ഥകളൊക്കെ ഉൾക്കൊള്ളാവുന്നതും കൃത്യവുമായിരിക്കണം. എന്താണ്? വളരെ പ്രിസൈസുമായിരിക്കണം, കൃത്യവുമായിരിക്കണം എന്ത്? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തത് ക്ലാരിറ്റി, വ്യക്തത വേണം. ദ പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മസ്റ്റ് ബി ക്ലിയർലി സ്റ്റേറ്റഡ്.
ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലെ വ്യവസ്ഥകളൊക്കെ വളരെ വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം, പ്രതിപാദിച്ചിട്ടുണ്ടായിരിക്കണം. നാലാമത്തെ ക്വാളിറ്റിയാണ് ഡൈനാമിക്. ഡൈനാമിക് എന്ന് വെച്ചാൽ ചലനാത്മകത. ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു മേക്ക് ടൈംലി ചേഞ്ചസ് അക്കോർഡിംഗ് ടു ചേഞ്ചിങ് സർക്കംസ്റ്റാൻസസ്. മാറുന്ന ഓരോ സർക്കംസ്റ്റാൻസസിനനുസരിച്ച്, അതായത് സാഹചര്യങ്ങൾക്കനുസരിച്ച് കാലോചിതമായ മാറ്റം വരുത്താൻ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷന് സാധിച്ചിരിക്കണം. പിന്നെ അവസാനത്തെ ക്വാളിറ്റിയാണ് എന്ത്, സ്യൂട്ടബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് മസ്റ്റ് ബി സ്യൂട്ടബിൾ ഫോർ മീറ്റിംഗ് പീപ്പിൾസ് നീഡ്സ് ആൻഡ് ആസ്പിറേഷൻസ്. ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അതുപോലെ അവരുടെ ആസ്പിറേഷൻസും അവരുടെ ആഗ്രഹങ്ങളും ഒക്കെ നിറവേറ്റുന്നതിന് അനുയോജ്യമായിരിക്കണം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി ഇതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ദ ടോപ്പിക് എസെൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ അവശ്യ ഗുണങ്ങൾ, എസെൻഷ്യൽ ക്വാളിറ്റീസ് എന്തൊക്കെ എന്നുള്ളതിനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതൊക്കെ ഇങ്ങനെ പോയിന്റ് ആയിട്ട് എഴുതി കൊടുത്താലും മതി. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് 5 മെയിൻ എസെൻഷ്യൽ ക്വാണ്ടിറ്റീസ്. ഒരു കോൺസ്റ്റിറ്റ്യൂഷന് പ്രധാനമായിട്ടും 5 എസെൻഷ്യൽ ക്വാണ്ടിറ്റീസ് ആണുള്ളത്. ഒന്ന് ഡൈനാമിക്. ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു മേക്ക് ടൈംലി ചേഞ്ചസ് അക്കോർഡിംഗ് ടു ചേഞ്ചിങ് സർക്കംസ്റ്റാൻസസ്. Then suitability. It must be suitable for meeting people's needs and aspirations. Then comprehensiveness. The powers of the government and the rights and duties of the citizen should be comprehensively stated. Brevity. The constitution should be precise with essential provisions. Clarity. The provisions of the constitution must be clearly stated. എല്ലാത്തിൻ്റെ മീനിങ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ കേട്ടോ. അതുകൊണ്ടാണ് മിസ് റിപ്പീറ്റ് ചെയ്യാത്തത്. ഇനി എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് നോക്കാം. വി ഹാവ് ഫെമിലറൈസ്ഡ് വിത്ത് ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, റൈറ്റ്? നൗ ലെറ്റ് us എക്സാമിൻ വാട്ട് കോൺസ്റ്റിറ്റ്യൂഷണലിസം ഈസ്. ഇവിടെ ഒരു ടീച്ചറും കുട്ടിയും തമ്മിലുള്ള കോൺവേഴ്സേഷൻ വന്നിട്ടുണ്ട്. ടീച്ചർ: മനു, ഐ സോ യു റൈഡിങ് എ ബൈസിക്കിൾ ടുഡേ വയലേറ്റിംഗ് ദ ട്രാഫിക് റൂൾസ്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. മനു, നീ ഇന്ന് ട്രാഫിക് റൂൾസ് ലംഘിച്ചുകൊണ്ട് സൈക്കിൾ ഓടിക്കുന്നത് ഞാൻ കണ്ടല്ലോ, അതിന് റിപ്പീറ്റ് ചെയ്യരുത്. മനു: സോറി ടീച്ചർ. ഡു സൈക്ലിസ്റ്റ് ഹാവ് ടു ഫോളോ ദ റൂൾസ്? സൈക്കിൾ ഓടിക്കുന്നവർ റൂള് ഫോളോ ചെയ്യണോ എന്ന് കുട്ടി ചോദിക്കുകയാണ്. ടീച്ചർ: ഓൾ ഷുഡ് ഒബേ ദ ട്രാഫിക് റൂൾസ്. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ നോട്ട് ഓൺലി ടു ഓർഡിനറി പീപ്പിൾ ബട്ട് ഓൾസോ ടു ദോസ് ഇൻ പവർ. എല്ലാവരും ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കണം. സാധാരണ ജനങ്ങൾ മാത്രമല്ല, അധികാരത്തിലുള്ളവരും അത് അനുസരിക്കണം എന്നാണ് സർ പറയുന്നത്. ഹാവൻറ്റ് യു നോട്ടീസ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് മനു? Haven't you realized that those in power are also obliged to obey the laws? Just as laws control individuals, there are some restrictions on the authorities as well. അപ്പോൾ നമ്മളുടെ ഭരണാധികാരികൾ നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മൾക്ക് ആ കോൺവെർസേഷനിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു, അല്ലേ? ഒരു വ്യക്തിക്ക് മേൽ നിയമങ്ങളുടെ നിയന്ത്രണം ഉള്ളതുപോലെ അധികാരികൾക്ക് മേലും ചില നിയന്ത്രണങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. If unlimited powers are given to administrators, it will destroy the freedom of the people and lead to the dictatorship. നമ്മൾ അധികാരികൾക്ക് പരിധിയില്ലാത്ത അധികാരങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുകയും അതെന്താവും ഒരു ഏകാധിപത്യത്തിന് അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യത്തിന് കാരണമാവുകയും ചെയ്യും, അല്ലേ? ദ കോൺസ്റ്റിറ്റ്യൂഷണലിസം സ്റ്റാൻഡ്സ് അഗെയിൻസ്റ്റ് ദിസ്. ഇതിനെതിരെയാണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം നിലകൊള്ളുന്നത്. The constitutionalism is a political order that limits the powers of the government through constitution. കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ അല്ലെങ്കിൽ ഭരണഘടനയിലൂടെ ഒരു ഗവൺമെന്റിന്റെ അധികാരങ്ങളെ പരിമിതപ്പെടുത്തുന്ന പൊളിറ്റിക്കൽ ഓർഡറാണ്, രാഷ്ട്രീയ ക്രമമാണെന്ത് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്നത്. The constitutionalism also includes controlling those in power, ensuring the rule of laws and defining the rights of people. ഭരണാധികാരികളെ നിയന്ത്രിക്കുക, നിയമവാഴ്ച ഉറപ്പുവരുത്തുക, ജനങ്ങളുടെ അവകാശങ്ങൾ നിർവചിക്കുക എന്നിവയും ഈ കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇനി നമുക്കവിടെ അരിസ്റ്റോട്ടിലും കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്താണെന്ന് തന്നിട്ടുണ്ട്, വായിച്ചു നോക്കൂ. Aristotle and the constitutionalism. Aristotle was the first to discuss the constitution and constitutionalism. The primary definition he gave to the constitution is the arrangement of officers in the state. He classified the laws into 2 categories: ordinary laws and constitutional laws. കോൺസ്റ്റിറ്റ്യൂഷനും കോൺസ്റ്റിറ്റ്യൂഷണലിസവും ഇതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞത് അല്ലെങ്കിൽ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തത് അരിസ്റ്റോട്ടിലാണ്. ഒരു സ്റ്റേറ്റിൻ്റെ ഭരണാധികാരികളുടെ വിന്യാസം, അറേഞ്ച്മെൻറ്റ്സ് എന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷന് അദ്ദേഹം നൽകിയ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സാധാരണ നിയമങ്ങളെന്നും, അതായത് ഓർഡിനറി ലോസ് എന്നും,
പിന്നെ ഭരണഘടനാ നിയമങ്ങൾ, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസ് എന്നും രണ്ടായിട്ട് അദ്ദേഹം ലോകളെ തരംതിരിച്ചു. എന്തൊക്കെയാണ്? ഓർഡിനറി ലോസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസ്. അതിന് താഴെ നമുക്കൊരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ട്. ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഫൈൻഡ് ദ വൺസ് ദാറ്റ് എഗ്രി വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷണലിസം ആൻഡ് കളർ ദ സർക്കിൾ. നമുക്ക് താഴെ ഒരു 5 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ കോൺസ്റ്റിറ്റ്യൂഷണലിസത്തെ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനുമായിട്ട് എഗ്രി ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സിന് കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സെറ്റ്സ് ലിമിറ്റ് ഓൺ ദ പവർ ഓഫ് ദ റൂളേഴ്സ്. അധികാരികളുടെ അധികാരത്തിന് ഒരു ലിമിറ്റ് വെക്കുന്നു. യെസ്, അത് കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഡിഫൈൻസ് ദ റൈറ്റ്സ് ഓഫ് സിറ്റിസൺസ്. പൗരന്മാരുടെ അവകാശങ്ങളെ ഡിഫൈൻ ചെയ്യുന്നു. യെസ്, അതുണ്ട്. പ്രൊമോട്ട്സ് ഡിക്റ്റേറ്റർഷിപ്പ്. സ്വേച്ഛാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അത് തെറ്റാണ്. അത് കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിൽ ഇല്ല. ഗിവ്സ് അൺലിമിറ്റഡ് പവേഴ്സ് ടു റൂളേഴ്സ്. ഭരണാധികാരികൾക്ക് നിയന്ത്രണമില്ലാത്ത അധികാരം നൽകുന്നു, പവർ നൽകുന്നു. അതും തെറ്റാണ്. എൻഷുവേഴ്സ് ദ റൂൾ ഓഫ് ലോ. നിയമവാഴ്ച അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ എന്ത് ചെയ്യുന്നു? ഉറപ്പുവരുത്തുന്നു. അതും കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. The constitution of every country is framed as a result of several lengthy processes. The history of the constitution of our country is not different from this. Let us examine how the constitution of India was framed. വളരെ ലെങ്ത് ആയിട്ടുള്ള എന്താണ് പറയുക, ഒരുപാട് പ്രോസസ്സിലൂടെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഓരോ രാജ്യത്തിൻ്റെയും കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ പറഞ്ഞില്ലേ, ഒരുപാട് അടിച്ചമർത്തലുകൾക്കെതിരെ നടത്ത പോരാട്ടങ്ങളുടെ ഫലമായാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിട്ടുള്ളതെന്ന്. അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനും. ഇനി നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒറിജിൻ അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നോക്കാം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. പ്രസിഡന്റ്സ് ഓത്ത് ഓർ അഫർമേഷൻ ബൈ ദ പ്രസിഡന്റ്. നമ്മളുടെ പ്രസിഡന്റിന്റെ ഓത്ത്, സത്യപ്രതിജ്ഞയാണ് കേട്ടോ ഇവിടെ തന്നിട്ടുള്ളത്. AB അവിടെ നെയിമാണ് പറയുക. ഡു സ്വയർ ഇൻ ദ നെയിം ഓഫ് ഗോഡ് ഓർ സോംലി അഫേം ദാറ്റ് ഐ വിൽ ഫെയ്ത്ത്ഫുള്ളി എക്സിക്യൂട്ട് ദ ഓഫീസ് ഓഫ് പ്രസിഡന്റ് or discharge the function of the President of India and will to the best of my ability preserve, protect and defend the Constitution and the law, and that I will devote myself to the service and well-being of the people of India. എന്താണ് ഈ ഓത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഞാൻ വിശ്വസ്തയോടെ നമ്മുടെ എൻ്റെ ഈ പദവി, രാഷ്ട്രപതിയുടെ പദവി നിർവഹിക്കും. അതുപോലെ എൻ്റെ കഴിവിൻ്റെ പരമാവധി കോൺസ്റ്റിറ്റ്യൂഷനും അതിലെ നിയമങ്ങളും നിലനിർത്തുകയും സംരക്ഷിക്കുകയും പാലിക്കുകയും ചെയ്യും. പിന്നെ ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നതിനും അവർക്ക് ക്ഷേമം കൈവരുത്തുന്നതിനും സ്വയം അർപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ ദൈവത്തിൻ്റെ നാമത്തിൽ, ഗോഡ്സ് നെയിമിൽ പ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Have you gone through the President's oath? It explains the importance of our Constitution. India has the largest written constitution in the world. Let us examine its origin. അപ്പോൾ ഈ പ്രസിഡന്റിന്റെ ഈ ഓത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലേ? ഇന്ത്യയുടേത് ഈ വേൾഡിലുള്ള ഏറ്റവും വലിയ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ത്യയുടേത്. അതിന്റെ ഒറിജിൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അതിന്റെ എവല്യൂഷൻ നോക്കാം. The origin of the Indian Constitution is related to the history of India under the British rule. ബ്രിട്ടീഷിന്റെ ഭരണത്തിന് കീഴിലായിരുന്നു അല്ലേ നമ്മുടെ ഇന്ത്യ ഒരു 200 വർഷക്കാലം. അപ്പോൾ അവരുടെ ആ സമയം തൊട്ടാണ് നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒറിജിൻ വരുന്നത്. ഫസ്റ്റ് നോക്കൂ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. The English East India Company was established in 1600 CE to establish trade relations with India. The British, who came here for trade, gradually became the authorities, and the administration of India was taken over by the company. ഇന്ത്യയുമായിട്ട് കച്ചവടബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് CE 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അങ്ങനെ കച്ചവടത്തിനായിട്ട് വന്ന ബ്രിട്ടീഷുകാർ പതുക്കെ എന്തായി, ഇന്ത്യ അവരുടെ വറുതിയിലാക്കി, ഇവിടെയുള്ള അധികാരങ്ങളൊക്കെ അവർ സ്വന്തമാക്കി. The first war of Indian independence in 1857. This is the first mass movement by Indians against the British. This led to the end of the rule of the English East India Company. After that, the Queen of Britain took over the administration of India directly. അങ്ങനെ 1857 ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം ഉണ്ടാക്കിയിട്ടുള്ളത്, വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഒരു മാസ് മൂവ്മെന്റ് ആയിരുന്നു, ഒരുപാട് ആളുകൾ പങ്കെടുത്ത വലിയൊരു പ്രതിഷേധമായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ. അങ്ങനെ ഇത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരം ഒഴിവാക്കുകയും ബ്രിട്ടന്റെ രാജ്ഞികളിലേക്ക് നേരെ അതിന്റെ അധികാരം കൈമാറുകയും ചെയ്തു. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്
laws that helped to strengthen the participation of Indians in the governance of British India. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണകാര്യങ്ങളിൽ ഇന്ത്യക്കാരുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നിയമിച്ചതാണെന്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണെന്ത് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്. Next, freedom movements. The Indian National Congress played a major role among the various organizations that fought against the British for India's independence. It was the Indian National Congress that officially put forward the demand for an independent constituent assembly to draft a constitution for India. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷൻ ആയിരുന്നുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്നുള്ള ഒരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്സ്. The British government passed several laws to gradually increase the participation of Indians in the administrative affairs and to ensure better governance here. ഭരണകാര്യങ്ങളിൽ ഇന്ത്യക്കാരുടെ പങ്കാളിത്തം കുറച്ചുകൂടെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്സ് എന്നുള്ളത്. ക്യാബിനറ്റ് മിഷൻ ടു ഗ്രാന്റ് കംപ്ലീറ്റ് സെൽഫ് റൂൾ ടു ഇന്ത്യ. The British government sent the cabinet mission to India. As a result, in 1946, the Constituent Assembly came into existence in order to draft a constitution for India. ഇന്ത്യക്ക് പൂർണ്ണമായിട്ടുള്ള സെൽഫ് റൂൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ക്യാബിനറ്റ് മിഷനെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് അയച്ചത്. ഇത് പ്രകാരം 1946 ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിലവിൽ വന്നു. എന്തിനു വേണ്ടിയിട്ട്? ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വാസ് ദ ചെയർമാൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ചെയർമാൻ, അധ്യക്ഷൻ എന്ന് പറയുന്നത്. ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർഡ് ബൈ ഡോക്ടർ B.R. അംബേദ്കർ പ്രിപ്പയർഡ് ദ ഡ്രാഫ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അംബേദ്കറിന്റെ നേതൃത്വത്തിലാണ് അവരുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു രൂപം തയ്യാറാക്കിയിട്ടുള്ളത്. The Constituent Assembly adopted the Constitution on 26 November 1949. അങ്ങനെ 1949 നവംബർ 26 നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്തായി അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് അംഗീകാരം നൽകി. സോ വി ഒബ്സർവ് നവംബർ 26 ആസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ. അതുകൊണ്ട് തന്നെ നമ്മൾ നവംബർ 26 കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഒഫീഷ്യലി കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 26 January 1950. സിൻസ് ദെൻ ഇന്ത്യ ഹാസ് ബീൻ നോൺ ആസ് എ സൊവേറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അങ്ങനെ 1950 നമ്മൾ ഔദ്യോഗികമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. അന്ന് മുതൽ ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കൻ രാജ്യമായിട്ട് അറിയപ്പെട്ടു. ഇനി ക്യാബിനറ്റ് മിഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്, റീഡ് ചെയ്ത് നോക്കൂ. Cabinet Mission was a 3-member committee appointed by the British to discuss with Indian leaders regarding the transfer of power to India. ഇന്ത്യക്ക് പരമാധികാരം കൈമാറുന്നതിന് സംബന്ധിച്ച് ഇന്ത്യയിലെ നേതാക്കളുമായി ചർച്ച നടത്തുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയോഗിച്ച ഒരു 3 അംഗങ്ങൾ ഉണ്ടായിരുന്ന ഒരു സമിതിയാണ് അല്ലെങ്കിൽ ഗ്രൂപ്പാണ് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. They discussed with the leaders of major political parties in India. അവർ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടീസിലുള്ള ലീഡേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തു. The cabinet mission agreed to form a constituent assembly to draft a constitution for India. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കണമെന്ന് അംഗീകരിച്ചു. The proposed mission envisaged the future political system of India. ഇന്ത്യയുടെ ഭാവി പൊളിറ്റിക്കൽ സിസ്റ്റം, രാഷ്ട്രീയ സംവിധാനത്തെ കുറിച്ചുള്ളതായിരുന്നു ഈ ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രിപ്പയർ എ വോൾ മാഗസിൻ ടൈറ്റിൽഡ് മൈൽ സ്റ്റോൺസ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫോർമേഷന്റെ മൈൽ സ്റ്റോൺസ്, പ്രധാന നാഴികക്കല്ലുകൾ ഏതൊക്കെയെന്നുള്ള രീതിയിൽ ഒരു വോൾ മാഗസിൻ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓരോ പോയിന്റ് ബൈ പോയിന്റ് എഴുതാം. നമ്മളിപ്പോൾ അതുവരെ പഠിച്ച കാര്യം തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ മീനിങ് പറയുന്നില്ല, നമ്മൾ പഠിച്ച കാര്യമായതുകൊണ്ട്. ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1600 CE to establish trade relations with India. The British who came here for trade gradually became the authorities and the administration of India was taken over by the company. Following the First War of Indian Independence in 1857 against the British, the Queen of Britain took over the administration of India directly. The Indian Councils Acts helped to strengthen the participation of Indians in the governance of British India. The Indian National Congress played a major role among the various organizations that fought against the British for India's independence. It was the first National Congress that officially put forward the demand for an independent constituent assembly to draft a constitution for India.
The British government passed the Government of India Act to gradually increase the participation of Indians in the administrative affairs and to ensure better governance here. To grant complete self-rule to India, the British government sent the cabinet mission to India. As a result, in 1946, the Constituent Assembly came into existence in order to draft a constitution for India. Dr. Rajendra Prasad was the chairman of the Constituent Assembly. The drafting committee, chaired by Dr. B.R. Ambedkar, prepared the draft of the Constitution. The Constituent Assembly adopted the Constitution on 26 November 1949, so we observe November 26 as Constitution Day. The Constitution officially came into force on 26 January 1950. Since then, India has been known as a sovereign democratic republic. Preamble of the Constitution of India. നമുക്കിവിടെ the Constitution of India എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ആമുഖമാണ് തന്നിട്ടുള്ളത്. വിത്ത് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സൊവേറിയൻ സോഷ്യലിസ്റ്റ് സെക്യുലർ democratic republic and to secure to all its citizens justice, social, economic and political liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രധാന ആശയങ്ങളായിട്ടുള്ള ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി ഇതിനെക്കുറിച്ചൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ടല്ലേ. Examine the preamble of the Constitution. The main ideas, values and views of the Constitution are reflected in the preamble. Our Constitution is a guidelines for the fulfillment of the ideas that the people of England cherished and dreamed of during the freedom struggle. The Constitution envisages that the power of the nation originates from the people. The nature of the state, the objectives of the Constitution, and the date of adoption of the Constitution are also mentioned in the preamble. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഈ ആമുഖത്തിൽ പ്രധാന ആശയങ്ങളും മൂല്യങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ടല്ലേ. നമ്മളുടെ ഫ്രീഡം സ്ട്രഗിളിന്റെ ആ സമയത്ത് ഇന്ത്യക്കാർ ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്ത ആശയങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള ഒരു മാർഗരേഖയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമുക്ക് പറയാം. ഒരു സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ അധികാരം ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണെന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. സ്റ്റേറ്റിന്റെ നേച്ചറും ഭരണഘടനയുടെ അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ലക്ഷ്യങ്ങളും അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കപ്പെട്ട തീയതിയൊക്കെയും എന്താണ് ഈ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. Let us get familiar with the fundamental objectives mentioned in the preamble of the Indian Constitution. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഈ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. The Constitution of India, fundamental objectives. First one is sovereignty, the power of the state to take decisions without any external interference or pressure. മറ്റ് ബാഹ്യശക്തികളുടെ ഇടപെടലോ അല്ലെങ്കിൽ സമ്മർദ്ദത്തിനോ ഒന്നും വഴങ്ങാതെ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സ്റ്റേറ്റിന്റെ അധികാരമാണ് അല്ലെങ്കിൽ പവറാണെന്ത് sovereignty. Socialism, social justice is sustained by ensuring equal status and equal opportunities to all. എല്ലാവർക്കും തുല്യമായിട്ടുള്ള സ്റ്റാറ്റസും തുല്യമായിട്ടുള്ള അവസരങ്ങളും കൊടുത്തുകൊണ്ടുള്ള എന്താണ് സോഷ്യൽ ജസ്റ്റിസ് ആണ്, സാമൂഹ്യപരമായ നീതിയാണ് നമ്മൾ സോഷ്യലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സെക്യുലറിസം. ദ സ്റ്റേറ്റ് ഹാസ് നോ ഒഫീഷ്യൽ റിലീജിയൻ. Individuals have the right to profess, practice and propagate the religion of their choice. The state will not discriminate against any religion. അപ്പോൾ ഒരു സ്റ്റേറ്റിന് സ്വന്തമായിട്ട് എന്താണ്, നമ്മുടെ സ്റ്റേറ്റിന് സ്വന്തമായിട്ടൊരു റിലീജിയൻ ഇല്ല. ഏത് റിലീജിയനുള്ള ആളുകൾക്കും അവരുടെ മതം എന്ത് ചെയ്യാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനും അതുപോലെ അതിൽ പ്രാക്ടീസ് ചെയ്യാനും പ്രൊഫസ് ചെയ്യാനും ഒക്കത്തിനുള്ള അവകാശമുണ്ട്. അതുപോലെ ഒരു റിലീജിയനിലുള്ള ആളുകളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിസ്ക്രിമിനേഷനും സ്റ്റേറ്റ് അനുവദിക്കുന്നില്ല. ഡെമോക്രസി. The representatives elected by the people govern the state. Through this, the people becomes the sovereign. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭരണാധികാരികളാണ് ഭരണം കൈകാര്യം ചെയ്യുന്നത്. ഇതിലൂടെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതായതുകൊണ്ട് ഇതിലൂടെ പരമാധികാരം ആർക്കാണ്? ജനങ്ങൾക്കാണ് എന്ന് തന്നെ പറയാം. നെക്സ്റ്റ് വൺ ഈസ് റിപ്പബ്ലിക്. റിപ്പബ്ലിക് ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഡിസൈഡഡ് ത്രൂ elections
Our constitution stipulates that the president of India, the head of state, should be an elected person. അപ്പോൾ റിപ്പബ്ലിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭരണം നിർവഹിക്കുന്നത്, സ്റ്റേറ്റിന്റെ ഭരണം നിർവഹിക്കുന്നത് ആരാണ്? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തികളായിരിക്കണം. അക്കോർഡിംഗ് ടു അവർ സ്റ്റേറ്റ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് എന്താണ്? പ്രസിഡന്റ് ആണ്, ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ്. ഈ ഇന്ത്യയുടെ പ്രസിഡന്റ് ഇലക്റ്റഡ് പേഴ്സൺ ആയിരിക്കണം, അതായത് ജനങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തിയായിരിക്കണം. The preamble also discussed the rights guaranteed to citizens by the state, such as justice, freedom, and equality. Moreover, the preamble aims at the dignity of the individuals and the fraternity that ensures the unity and integrity of the nation. ഇതുകൂടാതെ ഫ്രീഡവും അതുപോലെ തന്നെ ജസ്റ്റിസും ഈക്വാലിറ്റിയും ഒക്കെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തർക്കുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫ്രറ്റേണിറ്റി, സാഹോദര്യവും നമ്മുടെ രാജ്യത്തെ എന്താണ് യൂണിറ്റി വർദ്ധിക്കാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. അതിന് താഴെ ഒരു വർക്ക്ഷീറ്റ് ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് റിഫ്ലക്ട് ദ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ഔട്ട് ഇൻ ദ പ്രിയംബിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. താഴെ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖത്തിലുള്ള ഏതൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നോക്കൂ, ദ സ്റ്റേറ്റ് ഹാസ് നോ ഒഫീഷ്യൽ റിലിജിയൻ. സ്റ്റേറ്റിനൊരു ഒഫീഷ്യലായിട്ട് ഔദ്യോഗികമായിട്ടൊരു മതമില്ല, അത് സെക്യുലറിസമാണ്. ദ പീപ്പിൾ ആർ സൊവേറിൻ, ജനങ്ങളാണ് പരമാധികാരികൾ, അത് ഡെമോക്രസിയാണ്. ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ആൻ ഇലക്റ്റഡ് പേഴ്സൺ. സ്റ്റേറ്റിന്റെ ഹെഡ് എന്ന് പറയുന്നത്, അതായത് അധികാരി എന്ന് പറയുന്നത് എന്താണ്? ഇലക്റ്റഡ് പേഴ്സൺ ആണ്, തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്, അത് റിപ്പബ്ലിക്കാണ്. ദ പവർ ഓഫ് ദ സ്റ്റേറ്റ് ടു മേക്ക് ഡിസിഷൻസ് വിത്തൗട്ട് എക്സ്റ്റേണൽ ഇന്റർഫറൻസ്. മറ്റു ബാഹ്യശക്തികളുടെ ഇടപെടലൊന്നുമില്ലാതെ തീരുമാനമെടുക്കാനുള്ള സ്റ്റേറ്റിന്റെ പവർ സൊവേറിനിറ്റിയാണ്. ലാസ്റ്റ് വൺ, റിഡ്യൂസസ് ഇൻഈക്വാലിറ്റീസ് ആൻഡ് എൻഷുർ സോഷ്യൽ ജസ്റ്റിസ്. എന്താണ്? ഇനീക്വാലിറ്റീസ്, അസമത്വങ്ങൾ കുറയ്ക്കുകയും നമ്മുടെ വേൾഡിന്റെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിന്റെ സോഷ്യൽ ജസ്റ്റിസ് എൻഷുർ ചെയ്യുകയും ചെയ്യുന്നു, അത് സോഷ്യലിസമാണ്. ഇഫ് യു എക്സാമിൻ ദ ഹിസ്റ്ററി ഓഫ് ദ ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് കൺസിഡേർഡ് ടു ബി എ പ്രൊഡക്റ്റ് ഓഫ് മോഡേൺ ഏജ്. നമ്മുടെ മനുഷ്യ സമൂഹത്തിന്റെ എവല്യൂഷന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? നമ്മുടെ മോഡേൺ ഏജിന്റെ, അതായത് ആധുനിക കാലഘട്ടത്തിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് നമുക്ക് കണക്കാക്കപ്പെടാനായിട്ട് സാധിക്കുന്നത്. എ പവർഫുൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എസെൻഷ്യൽ ഫോർ എക്സിസ്റ്റൻസ്, സ്മൂത്ത് റണ്ണിംഗ് ആൻഡ് പ്രോഗ്രസ് ഓഫ് മോഡേൺ സ്റ്റേറ്റ്. ഇന്നത്തെ ആധുനിക രാഷ്ട്രങ്ങളുടെ നിലനിൽപ്പിന്, സുഗമമായ നടത്തിപ്പിനും പുരോഗതിക്കും എന്താണ്? ശക്തമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആവശ്യമാണ്. ദ ഫംഗ്ഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ടു പ്രൊവൈഡ് എ ബേസിക് ലീഗൽ ഫ്രെയിംവർക്ക് ദാറ്റ് ഹെൽപ്സ് ഇൻ നേഷൻ ബിൽഡിംഗ്. ഒരു സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഒരു നേഷ്യന്റെ നിർമ്മാണത്തിന് സഹായകമായ അടിസ്ഥാന നിയമവ്യവസ്ഥകളൊക്കെ പ്രദാനം ചെയ്യുക എന്നതാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ധർമ്മമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ദ ഡ്രീംസ് ആൻഡ് ഹോപ്സ് ഓഫ് ദ നേഷൻ ആർ റിയലൈസ്ഡ് ഓൺലി വെൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ഫോളോഡ് പ്രോപ്പർലി. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൃത്യമായി പാലിക്കപ്പെടുന്ന സമയത്ത് മാത്രമാണ് ഒരു രാഷ്ട്രത്തിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. The preamble of the constitution is as important as the constitution itself. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എത്രമാത്രം പ്രധാനപ്പെട്ടതാണോ അത്ര തന്നെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ ആമുഖവും. The preamble states the objectives of the constitution. ഈ ആമുഖത്തിലാണ് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ലക്ഷ്യങ്ങളുടെ പ്രസ്താവന നടത്തുന്നത്. The determination of the people of India is filled in the preamble, the soul of our constitution. Even after many years of its formation, our constitution has been able to survive with the same strength till date. This can be considered as an important feature of the constitution of India. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അതേ കരുത്തോട് കൂടിയിട്ട് തന്നെ ഇന്നും നിലനിൽക്കാൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് സാധിക്കുന്നുണ്ട്. ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പ്രധാന സവിശേഷതയായിട്ട് നമുക്ക് വിലയിരുത്താം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത ആക്ടിവിറ്റീസും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്തെടുക്കാൻ മറക്കരുത്. അതുപോലെ 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്